എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല, ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷമാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഡിസംബർ 1-ാം തീയതി തന്നെ ഞങ്ങൾ നക്ഷത്രങ്ങളെല്ലാം ഇട്ടിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ക്രിസ്മസ് ട്രീ എല്ലാം അലങ്കരിക്കാൻ തുടങ്ങിയത്. നമ്മൾ ക്രിസ്മസ് ട്രീ എല്ലാം എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനകത്ത് അലങ്കാര ബൾബുകളൊക്കെ ഇടണം. നമ്മൾ ട്രീയുടെ ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ പുൽക്കൂടിൻ്റെ പണി ആരംഭിച്ചു. എൻ്റെ മോനും പെങ്ങളുടെ മോനും എന്നെ സഹായിക്കാനുണ്ടായിരുന്നു. പുൽക്കൂടിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കി. എല്ലാ വർഷവും തിനയായും ഗോതമ്പൊക്കെയാണ് വിതയ്ക്കുന്നത്. ഈ പ്രാവശ്യം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ലോണൊക്കെ ചെയ്യുന്ന ആ പുല്ല് വാങ്ങിയിട്ടാണ് ക്രിസ്മസ് പുൽക്കൂട് തയ്യാറാക്കിയത്. ഇനി ഇതിനകത്തേക്ക് രൂപങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ബൾബുകളൊക്കെ ഇടണം. പുൽക്കൂടിൻ്റെ എല്ലാ പണികളും പൂർത്തിയായി. ഇത് പകലത്തെ പുൽക്കൂടിൻ്റെ കാഴ്ചകളാണ്. ഇനി നമുക്ക് നൈറ്റിലുള്ള പുൽക്കൂടിൻ്റെയും സ്റ്റാറിൻ്റെയും കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പകലത്തിനേക്കാൾ അടിപൊളിയാണ് രാത്രിയിൽ പുൽക്കൂട് കാണാൻ. ഇതിലുപയോഗിച്ചിരിക്കുന്ന പാലവും കിണറും ആട്ടിടയന്മാരുടെ വീടും പുൽക്കൂടുമൊക്കെ ഞാൻ തന്നെ ഇതിന് മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടാക്കിയതാണ്. ഇത് 24-ാം തീയതി രാത്രിയിലുള്ള കാഴ്ചകളാണ്. അന്ന് രാത്രിയിൽ ഞങ്ങൾ പള്ളിയിൽ പോയായിരുന്നു. ഈ കൊറോണ കാരണം ഒരു വർഷത്തോളമായി പള്ളിയിലൊക്കെ പോയിട്ട്. അതിനുശേഷം കുറച്ച് ചിത്രങ്ങളൊക്കെ എടുത്തു.
പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങളുടെ കുറച്ച് കസിൻസൊക്കെ വന്നിരുന്നു. അവരോടൊപ്പം ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഉള്ള വ്യൂ ആണിത്. ഇനി രാവിലത്തെ കാപ്പി കൂടിയാണ്. 25-ാം തീയതി രാവിലെ പാലപ്പവും സ്റ്റൂവും കേക്കും വൈനും ഒക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. എല്ലാവരും കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഉച്ചഭക്ഷണത്തിനുള്ള തിരക്കായിരുന്നു അത് ഉണ്ടാക്കുന്ന. പുറത്തെ പുൽക്കൂടിനോടൊപ്പം വീടിനകത്തും ഒരു ചെറിയ പുൽക്കൂട് എല്ലാ വർഷവും സെറ്റ് ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും വീടിനകത്താണല്ലോ. ഇനി ഞങ്ങളുടെ ഉച്ചഭക്ഷണമാണ്. മമ്മിയാണ് എല്ലാം പ്രിപ്പയർ ചെയ്തത്. പെട്ടെന്ന് തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്തു. ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബീഫ് ഫ്രൈ, പോർക്ക്, ചിക്കൻ റോസ്റ്റ്, സ്റ്റൂവ്, അപ്പം, കേക്ക്, വൈൻ, വെണ്ടയ്ക്ക റോസ്റ്റ്, ഫിഷ് കറി, കട്ട്ലേറ്റ്, രസം, സാലഡ്. ഇതിൽ പോർക്കിൻ്റെയും വെണ്ടയ്ക്ക റോസ്റ്റിൻ്റെയും മാത്രമേ വീഡിയോ നമ്മുടെ ചാനലിൽ ഇല്ലാത്തതുള്ളൂ. ഉടൻ തന്നെ അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പം എല്ലാവർക്കും മേരി ക്രിസ്മസ്. പോർക്കിൻ്റെയും വെണ്ടയ്ക്ക റോസ്റ്റിൻ്റെയും ഒഴിച്ച് ബാക്കി എല്ലാ കറികളുടെയും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോ ഉണ്ട്, നിങ്ങളെല്ലാവരും കാണണം. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മെറി ക്രിസ്മസ്.